114 സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യം. സമുദ്രമേ നീ ഓടുന്നത് എന്ത്? യോർദാനെ നീ പിൻവാങ്ങുന്നത് എന്ത്? ഒഴുക്കിക്കളയും, നിലനിർത്തത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന യോർദാനെ ഞാനല്ല പിന്മാറുന്നത്, നീ പിന്മാറുന്നത് എന്ത്? ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത ഒരിക്കലും അത് ചീത്തയായി പോകുന്നില്ല. ഫ്രിഡ്ജിൽ വച്ചില്ലെങ്കിൽ ഐസ്ക്രീം ഉരുകിപ്പോകുന്നു, പാല് ചീത്തയായി പോകുന്നു. ദൈവത്തിന്റെ വചനം ഒരിക്കലും ഉരുകിയും പോകത്തില്ല, ഒലിച്ചു പോകത്തില്ല, കാലഹരണപ്പെട്ട് ചീത്തയായി പോകത്തില്ല. ദൈവം നിലനിൽക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനവും നിലനിൽക്കുന്നു. പുല്ല് ഉണങ്ങുന്നു, പൂ വാടുന്നു, കർത്താവിന്റെ വചനമോ നിലനിൽക്കുന്നു. ഈ കാണുന്നതായ ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്നാൽ ദൈവത്തിന്റെ വചനമോ ഒരിക്കലും മാറിപ്പോകത്തില്ല. അത് ഏതോ ലൈബ്രറിയിലല്ല, ഏതോ സെമിനാരിയിലല്ല, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം. വചനം ഒരിക്കലും മാറുന്നില്ല. ബൈബിളിൽ നദിയുണ്ടോ? നിശ്ചയമായി ബൈബിൾ ഒരു നദിയുടെ പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ഒരു നദിയല്ല, ഒരു നദിയായി തുടങ്ങി 4 ശാഖകളായി പിരിഞ്ഞൊഴുകുന്ന നദികളെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. ബൈബിളിന്റെ ആരംഭത്തിലെ നനവ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നനവ് 2-ാം അധ്യായത്തിലെ ഇതാ നദി ഒഴുകുകയാണ്. ആ നദിയുടെ ഒഴുക്ക് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ ജീവജല നദിയിൽ അവസാനിക്കുന്നു. 2 നദികളുടെ മധ്യത്തിൽ കിടക്കുന്ന വളക്കൂറുള്ള മണ്ണ് പോലെ സമ്പുഷ്ടമായി കിടക്കുന്ന ദൈവവചനത്തിനായി സ്തോത്രം. അതുകൊണ്ടാണ് വചനത്തിൽ നിൽക്കുന്ന ദൈവസഭയെ നോക്കി നീ നനഞ്ഞ തോട്ടം പോലെ, വറ്റാത്ത നീരുറ പോലെ എന്ന് പറയുന്നത്. നനഞ്ഞ തോട്ടം പോലെ നനഞ്ഞിരിക്കണമെങ്കിൽ, പുഷ്ടി പ്രാപിക്കണമെങ്കിൽ, ഈ ആയുസ്സിൽ എനിക്ക് ഉണങ്ങി നിൽപ്പാൻ അതേ താല്പര്യമില്ല, ഞാൻ നനഞ്ഞിരിക്കണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ വേരൂന്നത് വാർത്താ മാധ്യമങ്ങളിലല്ല, അതിലുപരി ദൈവത്തിന്റെ വിശുദ്ധ വേദപുസ്തകത്തിൽ അത്രേ. വചനത്തിൽ തുടക്കത്തിനും നദിയുണ്ട്, ഒടുക്കത്തിലും നദിയുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന നദി, അത് ഇന്ന് പകൽ നാം കേൾക്കുന്നതായ നദി യൂഫ്രട്ടീസ് അല്ല, ടൈഗ്രീസ് അല്ല, ജീവജല നദിയായി നിത്യതയിൽ കാണുന്നതായ നദിയല്ല. പകരം ഇന്നും അതെ അനസൂതം ഒഴുകിക്കൊണ്ടിരിക്കുന്ന, തടസ്സമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന യോർദാൻ നദിയെ കുറിച്ചാണ്. യോർദാൻ നദിയുടെ ഉത്ഭവസ്ഥാനം മനോഹരമായ ഹെർമോൻ പർവ്വതത്തിലാണ്. ഹെർമോൻ പർവ്വതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 24 മണിക്കൂറും അതെ എല്ലാ ദിവസങ്ങളിലും എല്ലാ സീസണിലും 12 മാസങ്ങളിലും ഹെർമോനിയ പർവ്വതത്തിന് മുകളിൽ മഞ്ഞുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ദുബായിൽ നിന്ന് യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ പറക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഖത്തർ എയർവേസിൽ ദോഹയിൽ നിന്ന് നിങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നെങ്കിൽ, ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ വെളുത്ത തൊപ്പി വെച്ചിരിക്കുന്നത് പോലെ ഹെർമോനിയ പർവ്വതം നിൽക്കുന്നത് അപൂർവമായിട്ടെങ്കിലും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 24 മണിക്കൂറും അതിന്റെ തലയിൽ, അതെ അതിന്റെ ആ ഹെർമോനി പർവ്വതത്തിന്റെ ഉയരത്തിൽ മഞ്ഞുള്ളത് കൊണ്ട് താഴ്വരയിൽ ഇതാ യോർദാൻ ഒഴുകുന്നു. 133-ാം സങ്കീർത്തനം അങ്ങനെയല്ലേ പറയുന്നത്? അതെ, അഹരോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക്, താടിയിൽ നിന്ന് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് അഭിഷേക തൈലം ഒഴുകുന്നു. അതാരെപ്പോലെ? ഹെർമോനിയ മഞ്ഞ് പോലെയായിരിക്കുന്നു. ഹെർമോനിയ മഞ്ഞ് വറ്റുന്നതേ ഇല്ല, ഹെർമോനിയ മഞ്ഞ് കുറഞ്ഞു പോകുന്നതേ ഇല്ല. നിങ്ങളുടെ തലയിൽ ദൈവകൃപയാകുന്ന അഭിഷേകം കുറയാതെ ഇരിക്കട്ടെ. നിങ്ങളുടെ തലയിൽ ദൈവകൃപയുടെ അഭിഷേകം കുറയാതെ ഇരിക്കുന്നെങ്കിൽ അത് താഴ്വരകൾ ഒഴുകുക തന്നെ ചെയ്യും. അങ്ങനെ യോർദാൻ നദി ഒഴുകുകയാണ്. അതെ, 156 മൈല് 251 കിലോമീറ്റർ യോർദാനത താഴ്വരകളിൽ കഴുകി ഒഴുകുമ്പോൾ ഒന്നാമതായി എത്തിച്ചേരുന്ന ഒരു ജലാശയമുണ്ട്. അതിന്റെ പേരാണ് തിബരിയാസ് കടൽ. അതിന്റെ മറ്റൊരു പേരാണ് ഗലീലക്കടൽ. വീണ്ടും അത് ഗലീലക്കടലിന്റെ ഇൻപുട്ടായി യോർദാൻ നദി അതെ പ്രവേശിച്ച് വീണ്ടും ഔട്ട്പുട്ടായി അത് പുറത്തേക്കൊഴുകി അത് ചാവുകടലിൽ വീഴുന്നു. അതെ, ഹെർമോനിയ പർവ്വതത്തിൽ ആരംഭിച്ച് ചാവുകടലിൽ വീഴുന്നത് കൊണ്ടാണ് അവനെ ഫ്ലോയിങ് ഡൗൺ, താഴേക്കൊഴുകുന്നവൻ എന്ന് വിളിക്കുന്നത്. താഴേക്കൊഴുകുന്നവനാണ് യോർദാൻ. എന്നാൽ ദൈവപൈതലേ, നിങ്ങൾ താഴേക്ക് പോകുന്നവരാണോ? അല്ലേ അല്ല. എല്ലാ സാഹചര്യത്തിലും, എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും, എല്ലാ പോരാട്ടങ്ങളുടെ നടുവിലും ഞാൻ താഴേക്ക് പോകുന്നവനല്ല, ഞാൻ കുതിച്ച് മേലേക്ക് കയറുന്നവനാണ്. കാരണം എന്റെ കൺട്രോൾ ഏതോ പാർട്ടി ഓഫീസിലോ ഏതോ നേതാവിന്റെ കയ്യിലോ അല്ല. മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ രാജാതിരാജാവായ കർത്താവായ യേശു എന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് ഓരോ ദൈവപൈതലും പറയട്ടെ,
എന്റെ യാത്ര താഴേക്കല്ല, ഞാൻ മേലേക്കാണ്. വിശ്വാസത്തിലേക്ക്, കൃപയിൽ നിന്ന് കൃപയിലേക്ക്, ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്, തേജസ്സിലേക്ക് ഞാൻ മേലേക്കാണ് കയറുന്നത്. ഒരുപക്ഷെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികൾ താഴേക്ക് വരുമായിരിക്കാം, പക്ഷേ ഞാൻ സ്തോത്രം ദൈവത്തിന്റെ കൃപയാൽ മേലേക്ക് ആണ്. എന്താ യോർദാന്റെ പ്രത്യേകത? യോർദാൻ എന്ന് പറയുന്നവൻ അത് താഴേക്ക് ഒഴുകുന്നതായ ഒരു നദിയായി കാണപ്പെടുന്നു. ദൈവത്തിന്റെ വചനത്തിൽ പലതരത്തിലും സ്തോത്രം യോർദാന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഈ യോർദാൻ എന്ന് പറഞ്ഞ താഴേക്കൊഴുകുന്ന ആ നദിയെ കണ്ട് 2.5 ഗോത്രം ഒരിക്കൽ പറഞ്ഞു, വേണ്ട വേണ്ട, ഞങ്ങൾ യോർദാന്റെ ഇക്കരെ പാർക്കാം. 2.5 ഗോത്രം പറഞ്ഞു, ഞങ്ങൾ യോർദാൻ അക്കരെ കടക്കത്തില്ല, ഞങ്ങൾ ഇക്കരെ കടക്കാം. കാരണം യോർദാൻ കടക്കുന്നതിനെ കുറിച്ച് പുതിയ നിയമത്തിന്റെ വ്യാഖ്യാനത്തിൽ 2 കാര്യമുണ്ട്. ഒന്ന്, മരണം എന്ന് പറയുന്ന യോർദാൻ. മരണം എന്ന് പറയുന്ന യോർദാൻ. കാരണം യോർദാൻ എന്ന് പറഞ്ഞാൽ വേർപാട്. മരണം എന്ന് പറയുന്നത് ഒരു വേർപാടാണ്. 2, യോർദാൻ എന്ന് പറയുന്നത് സെപ്പറേഷൻ, ദ ഹോളി സെപ്പറേഷൻ, വേർപാട്. അതെ, 1 മരണമാണ്, 2 സെൽഫ് ഡിനായലാണ്. വീണ്ടും ആവർത്തിക്കട്ടെ, യോർദാൻ എന്ന് പറഞ്ഞാൽ 1 മരണമാണ്, 2 സ്വയത്യാഗമാണ്. 1 സ്വയത്യാഗമാണ്. എന്നാൽ 2.5 ഗോത്രം ഗാദ്യർ, മനശ്ശയുടെ പാതിഗോത്രം, രൂബേന്യർ, ഗാദ്യർ, മനശ്ശയുടെ പാതിഗോത്രം. ഞാൻ ആവർത്തിക്കുന്നു, രൂബേന്യർ, ഗാദ്യർ, മനശ്ശയുടെ പാതിഗോത്രം. അവർ പറഞ്ഞു, വേണ്ട വേണ്ട, ഞങ്ങൾ യോർദാന്റെ അക്കരെ വന്ന് പാർക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ ഇക്കരെ പാർക്കട്ടെ. വാഗ്ദത്തം അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. രൂബേന്യർ, ഗാദ്യർ, മനശ്ശയുടെ പാതിഗോത്രം അവർ ഇക്കരെ പാർത്തു. എന്തുകൊണ്ടാണ് അവർ ഇക്കരെ പാർത്തത്? നിങ്ങൾ യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് ആടുണ്ട്, മാടുണ്ട്, ഇതിനെ അതെ ഞങ്ങൾ വളർത്തിയെടുത്ത് ഞങ്ങൾ ഇക്കരെ പാർക്കട്ടെ. ബെനിഫിറ്റ് അനുഭവിച്ച്, ആദായം അനുഭവിച്ച്, ആദായത്തിനു വേണ്ടി വാഗ്ദത്തം തള്ളിക്കളഞ്ഞവർ ഇന്നത്തെ തലമുറയിലും അതല്ലേ നടക്കുന്നത്. ലൗകികമായ ആദായത്തിനു വേണ്ടി കുറച്ചുകൂടെ പൈസ കിട്ടുവാൻ, കുറച്ചുകൂടെ നന്മ കിട്ടുവാൻ ഇക്കരെ പാർക്കുന്നവർ. ഈ യോർദാൻ കടക്കാതെ ഇക്കരെ പാർക്കുന്നവർ സഭയല്ല കേട്ടോ. ആദായത്തിന് വേണ്ടി ദൈവസഭയിൽ വന്നു കയറുന്നവർ, ഭൗതികത്തിന് വേണ്ടി വന്നു കയറുന്നവർ സഭയല്ല. അവിടെ പേര് പച്ച പുരുഷാരം എന്നാണ്. ഇന്നും എന്തെങ്കിലും എനിക്ക് കിട്ടും, എന്തെങ്കിലും എനിക്ക് തടയുമെന്ന് പറഞ്ഞ് നടക്കുന്നവർ പുരുഷാരമാണ്. പുരുഷാരം നിൽക്കുന്നത് യോർദാന് അക്കരെ ആണ്. എന്താ പുരുഷാരത്തിന് വേണ്ടിയത്? പുരുഷാരത്തിന് വേണ്ടിയത് അപ്പം തിന്ന് അത്ഭുതം കണ്ട് ഹോശന പാടി നടക്കുന്നവൻ സഭ അല്ലേ അല്ല. സ്വർഗത്തിന്റെ 7 അയലത്ത് നിനക്ക് എത്തുവാൻ കഴിയത്തില്ല. മനശ്ശയുടെ പാതി ഗോത്രം സെൽഫ് ഡിനയൽ ഇല്ലാതെ, സ്നാനം ഇല്ലാതെ, ഉപദേശം ഇല്ലാതെ, ഭൗതികം പറഞ്ഞ് അവരിതാ യോർദാന്റെ അക്കരെ നിൽക്കുന്നു. ഇന്ന് പകരം ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരോ പ്രോസ്പിരിറ്റി എന്ന് പറഞ്ഞ്, നന്മയെന്ന് പറഞ്ഞ്, ഭൗതികം എന്ന് പറഞ്ഞ്, പണമെന്ന് പറഞ്ഞ് അക്കരെ നിൽക്കുന്നെങ്കിൽ നോ 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 നോ, നീ ബെനിഫിറ്റിന് വേണ്ടി നിൽക്കേണ്ടവനല്ല, നീ ബ്ലെസ്സിങ്ങിലേക്ക് കിടക്കേണ്ടവനാണ്. ബെനിഫിറ്റിന് വേണ്ടിയല്ല നീ നിൽക്കേണ്ടത്, ആദായത്തിന് വേണ്ടിയല്ല നീ നിൽക്കേണ്ടത്, അനുഗ്രഹത്തിന് വേണ്ടിയാണ് നീ നിൽക്കേണ്ടത്. എന്നാൽ അനുഗ്രഹത്തിൽ എത്തണമോ യോർദാൻ കടന്നേ പറ്റത്തുള്ളൂ. സെൽഫ് ഡിനായൽ ഉള്ളവന് മാത്രമേ, സ്വയത്യാഗമുള്ളവന് മാത്രമേ നിശ്ചയമായി ആത്മീയ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. 2.5 ഗോത്രം അക്കരെ നിന്നതുപോലെ നിൽക്കുന്നവർ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അതേ സ്വയത്യാഗത്തിന് വേണ്ടി ഏൽപ്പിച്ച് ആദായത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് വന്നാട്ടെ. ആദായത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് വരുന്ന നല്ലൊരു പകലാകട്ടെ ഈ നല്ല പകൽക്കാലം. അടുത്തിരിക്കുന്ന 2 പേരെ തൊട്ട് വേഗത്തിൽ പറഞ്ഞാട്ടെ, ആദായത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. പെട്ടെന്ന് പറഞ്ഞേ, ആദായത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ആദായത്തിന് വേണ്ടി പുരുഷാരം നടക്കുമ്പോൾ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. അബ്രഹാമിന്റെ അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ആ അനുഗ്രഹത്തിന് വേണ്ടി സ്വയം ഇന്ന് പകൽക്കാലം വെടിയാം. എന്റെ കാര്യമേ, എന്റെ പ്രോഗ്രാമേ, എന്റെ അജണ്ടയെ, എന്റെ സഭയെ, എന്റെ ശുശ്രൂഷയെ ഞാനേ എന്ന് വിട്ട് പകരം വിളിച്ചു പറ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, പകരം ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ പണ്ടേ തീർന്നു. എന്റെ പഴയ മനുഷ്യൻ യോർദാന്റെ അക്കരെയാണ്, പകരം ഇനി ജീവിക്കുന്നത്, എന്നിൽ ജീവിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവത്രേ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആദായമല്ല, ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിപ്പാൻ കഴിയും, പ്രാപിപ്പാൻ കഴിയും. അനുഗ്രഹം ചുമന്ന് നടക്കുവാൻ ഗുണം കഴിയും. യോർദാൻ ഇതാ അനുഗ്രഹത്തിലേക്ക് കുതിക്കുന്ന ജനത്തിന്റെ മുൻപിൽ ഇതാ പിന്മാറുകയാണ്. യോർദാനേ, നീ പിന്മാറുന്നത് എന്ത്? വെല്ലുവിളിക്കുന്ന യോർദാനേ, എനിക്ക് മുൻപിൽ പോയ അനേകരെ തകർത്ത് കളഞ്ഞ യോർദാനേ,
എന്റെ മുൻപിൽ നീ പിന്മാറുന്നത് എന്തുകൊണ്ടാണ്? യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ യോർദാനിതാ പിന്മാറുകയാണ്. പുരോഹിതന്മാർ ചുമന്ന് ആർക്ക് ഓഫ് ദ കവനന്റ്, ദൈവത്തിന്റെ നിയമപെട്ടകം അവർ ചുമന്ന് കൊണ്ടുവരുന്നു. ദൈവത്തിന്റെ പുരോഹിതന്മാർ ദൈവത്തിന്റെ നിയമപെട്ടകം ചുമന്ന് യോർദാന്റെ അരികിലേക്ക് കടന്നു വരുന്നു. വചനം ഇങ്ങനെയാണ് പറയുന്നത്, അത് കൊയ്ത്തുകാലമാണ്. കൊയ്ത്തുകാലത്ത് യോർദാൻ കരകവിഞ്ഞ് ഒഴുകും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം. യോർദാൻ വറ്റിക്കിടക്കുന്ന കാലത്താണെങ്കിൽ അത് ഈസിയാണ്. എന്നാൽ എല്ലാ ശക്തന്മാരായ ദൈവദാസന്മാരും പറയും, എല്ലാ ശക്തിമതികളായ ദൈവദാസിമാരും പറയും, തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും ഭയങ്കര പ്രശ്നത്തിലാണ് ഏറ്റവും വലിയ കൊയ്ത്ത് വെളിപ്പെട്ടത്. തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വെല്ലുവിളിയുടെ സമയത്താണ് ഏറ്റവും മഹത്തരമായ കാര്യം ദൈവത്തിന്റെ കൃപയാൽ ജനിച്ചു വീണത്. ഈ ദിവസം മനസ്സിലാക്കണമേ, നിങ്ങളുടെ യോർദാൻ ഏറ്റവും അധികമായി ഉയരുമ്പോഴാണ് ഏറ്റവും വലിയ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. ബ്രദർ സുരേഷ് ബാബു ഇവണ്ണം പറയാറുണ്ട്, നിങ്ങളുടെ ശത്രു എത്ര വലിയവനാണോ അത്ര വലിയ ജയമായിരിക്കും ദൈവം നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എത്ര വലുതാണോ അത്ര മഹത്തരമായ ജയമായിരിക്കും ദൈവത്തിന്റെ കൃപയാൽ, അതേ ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാണോ നിങ്ങളുടെ ജയം അത്ര വലിയ മഹത്തരമായിരിക്കും. യോർദാൻ കരകവിഞ്ഞ് ഒഴുകുമ്പോൾ കർത്താവ് പറയുന്നു, പുരോഹിതന്മാർ ആ പെട്ടകം എടുക്കട്ടെ, പുരോഹിതന്മാർ ആ പെട്ടകം ചുമക്കട്ടെ. പെട്ടകം അതേ കാളവണ്ടിയിൽ വെച്ച് വലിപ്പാനുള്ളതല്ല, പകരം അത് ചുമപ്പാനുള്ളതത്രേ. ബുള്ളക്കോട്ട് മിനിസ്ട്രിയായി ആരെങ്കിലും ഈസി വേ ഈ ദിവസം തിരഞ്ഞെടുക്കുന്നെങ്കിൽ ഒരിക്കലും നടക്കത്തില്ല. ഇത് ഇൻസ്റ്റന്റ് ആയെല്ലാം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന തലമുറയാണ്. ഇൻസ്റ്റന്റ് കോഫി, ഇൻസ്റ്റന്റ് ടീ, ഇൻസ്റ്റന്റ് ആയി അതെ റെഡിമെയ്ഡ് ഡ്രസ്സസ് എല്ലാം പെട്ടെന്ന് വേണം എന്നുള്ളത് കൊണ്ട് ബുള്ളക്കോട്ട് മിനിസ്ട്രി ഒരിക്കലും നടക്കത്തില്ല. ചുമക്കേണ്ടതിനെ ചുമന്നേ പറ്റത്തുള്ളൂ. ഈ ദിവസങ്ങൾ നമ്മുടെ തോളിൽ ലോകമല്ല കയറേണ്ടത്, പകരം ദൈവത്തിന്റെ നിയമ പെട്ടകമാകുന്ന ദൈവ സാന്നിധ്യം മാത്രം കയറട്ടെ. നമ്മുടെ മേൽ ലോകത്തിന്റെ ഭാരങ്ങളും ലോകത്തിന്റെ പ്രശ്നങ്ങളുമല്ല കുതിര കയറേണ്ടത്. കാരണം നമ്മൾ ലൂസിഫറിന്റെ വേസ്റ്റ് ബോക്സ് അല്ല, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ മന്ദിരമാണ്. കമോൺ, ഈ തലമുറയിൽ ദൈവ സാന്നിധ്യമാകുന്നതായ നിയമപെട്ടകം ചുമക്കാം. ഞാൻ പറയട്ടെ, നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് തിരിച്ചറിയുന്നത് സുധിത്ത് പാടിയതായ ആ വേഗത്തിലുള്ള പാട്ട് അതേ കൈയടിച്ച് പാടുമ്പോഴല്ല, നിങ്ങളുടെ താളത്തിലും ഓളത്തിലും തുള്ളലിലുമല്ല നിങ്ങൾ ദൈവകൃപയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പകരം നിങ്ങളുടെ മുൻപിലുള്ളതായ യോർദാന്യ പ്രശ്നം വരുമ്പോഴാണ് അറിയുന്നത്. ഒന്നുകിൽ നിങ്ങൾ പെട്ടിയിൽ കയറുമോ, ഇല്ലെങ്കിൽ നിങ്ങൾ ചുമക്കുന്ന പെട്ടകം യോർദാനെ വിഭാഗിക്കുമോ. ഒന്നുകിൽ നിങ്ങൾ പെട്ടിയിൽ കയറും, അല്ലെങ്കിൽ നിങ്ങൾ തകർക്കപ്പെടും. ഇല്ലെങ്കിൽ ദൈവകൃപയുള്ളവനാണെങ്കിൽ ആ യോർദാൻ നിന്റെ മുൻപിൽ വിഭാഗിക്കപ്പെടും. ദാ ഹിയർ കംസ് ദ ആർക്ക് ഓഫ് ദ കവനന്റ്. ഇവിടേക്ക് ദാ ദൈവത്തിന്റെ നിയമപെട്ടകം ചുമന്നുകൊണ്ട് പുരോഹിതന്മാർ കടന്നു വന്ന് അവർ കാൽ വച്ച ഉടനെ യോർദാൻ വിഭാഗിക്കപ്പെടുകയാണ്. പുരോഹിതന്മാർ കാൽ വച്ച ഉടനെ യോർദാൻ വിഭാഗിക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് മുൻപായി പോയതായ ഒത്തിരി പേർ ആ യോർദാനിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴിതാ ഈ യോർദാൻ വിഭാഗിക്കപ്പെടുന്നു. എന്താ കാര്യം? ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന പെട്ടകത്തെയാണ് ഇവർ ചുമന്നു വരുന്നത്. സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം എന്നരുളി ചെയ്ത ദൈവത്തിന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന പെട്ടകത്തെയാണ് ഈ പുരോഹിതന്മാർ ചുമന്നു വരുന്നത്. സ്വർഗത്തിൽ അടങ്ങാത്തവനായ അത്യുന്നതനായ സർവശക്തനായ ബലശാലിയായ ദൈവ സാന്നിധ്യമാണ് ഇപ്പോൾ കടന്നു വരുന്നത്. ആ ദൈവമാണ് ഈ യോർദാനെ സൃഷ്ടിച്ചത്, ആ ദൈവമാണ് ഈ യോർദാനെ ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് യോർദാൻ പറയും, പറ്റത്തില്ല, എനിക്ക് പിടിച്ചു നിൽപ്പാൻ കഴിയത്തില്ല, ഞാനിതാ സെപ്പറേറ്റ് ചെയ്യുകയാണ്, ഞാനിതാ പിളരുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം സകല ദുർഭൂതങ്ങളും കേൾക്കട്ടെ, സകല മന്ത്രവാദ ശക്തികൾ നടങ്ങട്ടെ, സകല ആഭിചാര ക്രിയകളും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീയിൽ എരിഞ്ഞ് ചാരമായി പോകട്ടെ. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം വരികയാണ്. 2.5 മുഴം നീളം, 1.5 മുഴം വീതി, 1.5 മുഴം ഉയരമുള്ളതായ പെട്ടി അല്ല, പകരം പെട്ടകം. പെട്ടി അല്ല, പകരം അത് പെട്ടകം. വായി എന്തുകൊണ്ട് അത് പെട്ടിയല്ല? കാരണം അതിനകം പൊള്ളയായിരുന്നെങ്കിൽ അതിന് പെട്ടി എന്ന് പേര് വിളിക്കാം. എന്നാൽ അതിൽ അകത്ത് ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അത് പെട്ടകമാണ്. നിന്റെ പുറമെയുള്ള ധാടിയും മോടിയുമല്ല വേണ്ടിയത്, നിന്റെ അകം നിറഞ്ഞിരിക്കട്ടെ.
അതെ, ദൈവത്തിന്റെ നിയമത്തിന്റെ കൽപ്പലക, അഹരോന്റെ തളിർത്ത വടി, അതെ തിരുവചനം പറയുന്നു മന്നയിട്ട് വെച്ച പൊൻപാത്രം. എബ്രായർ 9:4 ഞാൻ പറഞ്ഞത്. മന്നയിട്ട് വെച്ച പൊൻപാത്രം, അഹരോന്റെ തളിർത്ത വടി, ദൈവത്തിന്റെ നിയമത്തിന്റെ കൽപ്പലക. സോ അതുകൊണ്ടാണ് ഇത് പെട്ടകം. അതിന് മുകളിൽ ദൈവത്തിന്റെ തേജസ് ഉണ്ട്, ദൈവത്തിന്റെ തേജസ് ഉണ്ട്, ദൈവത്തിന്റെ തേജസ് ഉണ്ട്. ആ പെട്ടകം ചുമന്ന് പുരോഹിതന്മാർ കടന്നുവർ അവർ കാല് വെച്ചതും ഇതാ ആ നദി വിഭാഗിക്കപ്പെടുകയാണ്. ആ നദി വിഭാഗിക്കപ്പെട്ടപ്പോൾ രണ്ടേ പേർ ഇവണ്ണം പറഞ്ഞു, ഹേ ഇതുപോലെ ഒന്ന് നമ്മൾ പണ്ട് കണ്ടതാണ്, ഇതുപോലെ എക്സാക്ട്ലി ഇതുപോലെ ഒന്ന് പണ്ട് നമ്മൾ കണ്ടു. 40 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം കടലിനെ വിഭാഗിച്ചു. മൂക്കിലെ ശ്വാസത്താൽ ദൈവം കടലിനെ വിഭാഗിച്ചു. മോശയുടെ നീട്ടിയ വടിയാൽ ദൈവം കടലിനെ വിഭാഗിച്ചു. പക്ഷെ അന്ന് കടലിനെ വിഭാഗിച്ച ദൈവം ഇന്നും നമ്മളോട് കൂടെയുണ്ട്. അന്ന് കടൽ വിഭാഗിച്ച ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട്. ധൈര്യമായിരിക്കെ. 5 കൊല്ലം മുമ്പ് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചവൻ, 10 കൊല്ലം മുമ്പ് നിനക്ക് വേണ്ടി എഴുന്നേറ്റവൻ, 12 കൊല്ലം മുമ്പ് നിന്റെ കുഞ്ഞിന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചവൻ, അന്ന് പ്രവർത്തിച്ച ദൈവം വയസ്സായി പോയിട്ടില്ല. അന്ന് പ്രവർത്തിച്ച ദൈവം ചത്തുപോയിട്ടില്ല. അവൻ ഇന്നും നിനക്ക് വേണ്ടി ജീവിക്കുന്നു. അത്ഭുതങ്ങളെ അന്ന് കണ്ടെങ്കിൽ ഇന്നും ഗെറ്റ് റെഡി. ഒരത്ഭുതം കാണാൻ ഒരുങ്ങിക്കോ. അന്നത്തെ ദൈവത്തിന്റെ കൃപയാൽ ഒരത്ഭുതം കൂടെ നിങ്ങൾ കാണുവാൻ വേണ്ടി ഒരുങ്ങിക്കോ. അന്ന് സമുദ്രം വിഭാഗിക്കപ്പെട്ടു മോശയുടെ വടിയുടെ മുൻപിൽ. ഇപ്പോഴിതാ പെട്ടകത്തിന്റെ മുൻപിൽ നദി വിഭാഗിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. പിതാക്കന്മാരെ, മാതാക്കളെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, അതെ പണ്ട് കർത്താവ് അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, വരും തലമുറകളോട് നിങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി പോകുന്നത്, ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് 1914 അസൂസ സ്ട്രീറ്റിൽ അങ്ങനെ നടന്നു, പിന്നെ ചാൾസ് വെസ്ലിയുടെ കാലത്ത് ഇങ്ങനെ നടന്നു. നോ, യേശുവിൻ നാമത്തിൽ ഈ ദിവസം ദൈവ സാന്നിധ്യം ചുമക്കുന്ന പുരോഹിതന്മാരായി നീ ഞാൻ എഴുന്നേൽക്കുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം എഴുന്നേൽക്കുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം നീ ചുമക്കുമ്പോൾ, ഈ തലമുറയിലും നിങ്ങൾ പറയാൻ കഴിയും, അന്നത്തെ ദൈവം ഇന്നും എന്റെ മുൻപിൽ പ്രവർത്തിച്ചു. അന്നത്തെ ദൈവം ഇന്നും എന്റെ മുൻപിൽ പ്രവർത്തിച്ചു. അതെ, ഇംഗ്ലണ്ടിൽ നിങ്ങൾ കടന്നുപോയാൽ അവിടെ ഇതാ സ്റ്റോൺ ഹെഡ്ജ് എന്ന് പേരുള്ളതായ ഒരു പ്രത്യേക മോണിമെന്റ് കാണുവാൻ തക്കോണം കഴിയും. സ്റ്റോൺ ഹെഡ്ജ്. ആ സ്റ്റോൺ ഹെഡ്ജിന്റെ പ്രത്യേകത എന്താണ്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരാണ്ട് എടുത്തിട്ട കുറച്ച് കല്ലുകളെ കാണുവാൻ ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനം കടന്നു പോകുന്നു. ഇതേപോലെ തന്നെ യോർദാനിൽ നിന്ന് വലിച്ചെടുത്തിട്ടതായ 12 കല്ലുകൾ പിൽക്കാലത്ത് അത് സാക്ഷ്യമായി തീർന്നു. അടുത്ത തലമുറ ചോദിക്കും, ഹേ വാട്ട്സ് ദി മീനിങ് ഓഫ് ദീസ് സ്റ്റോൺസ്? ഈ 12 കല്ലുകളുടെ പ്രത്യേകത എന്തെന്ന് ചോദിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ചൂണ്ടിക്കാണിപ്പാൻ ഒരു അടയാളമായി അത് യേശുവിൻ നാമത്തിൽ. ഏത് കുടുംബങ്ങളോടാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്? വരുന്ന തലമുറയ്ക്ക് ചൂണ്ടിക്കാണിക്കേണ്ട ചില അടയാളങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുന്നു. വരുന്ന തലമുറയിൽ ഇങ്ങനെയായിരുന്നു, പക്ഷേ കർത്താവ് ഇവണ്ണം പ്രവർത്തിച്ചു എന്ന് ചൂണ്ടിക്കാണിപ്പാൻ കൊള്ളാവുന്ന, നിഷേധിപ്പാൻ കഴിയാത്ത വലിയ സാക്ഷ്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. പെട്ടകത്തിന്റെ മുൻപിൽ യോർദാൻ പിന്മാറി. ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ യോർദാൻ ഇതാ പിന്മാറി. ആരും നടന്നിട്ടില്ലാത്ത വഴിയിലൂടെ അവർ നടന്ന് വാഗ്ദത്തത്തിലേക്ക് പ്രവേശിച്ചു. അവർക്ക് മുൻപേ പോയവർ തകർക്കപ്പെട്ടു. അതെ, എന്നാൽ ഇവർ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിച്ചു. ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, പണ്ടൊരു വെള്ളം പൊങ്ങി, പക്ഷെ ഇപ്പോൾ വീണ്ടും ഒരു വെള്ളം പൊങ്ങിയിരിക്കുന്നു. പണ്ട് സമുദ്രത്തിലെ വെള്ളം, ഇപ്പോൾ ഇതാ രണ്ടാമത് നദിയിലെ വെള്ളം. രണ്ടാമത് വീണ്ടും പ്രശ്നം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? രണ്ടാമത് വീണ്ടും വെല്ലുവിളി അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? രണ്ടാമത് ആരെങ്കിലും ഏതെങ്കിലും പ്രശ്നം അനുഭവിക്കുന്നെങ്കിൽ നിനക്കുള്ള ദൂത് ഇതാണ്: നിന്റെ വാഗ്ദത്തത്തിന്റെ വാതിക്കൽ നീ എത്തിയിരിക്കുന്നു. രണ്ടാമതൊരിക്കൽ കൂടെ നിങ്ങൾക്ക് കൊറോണ വന്നിരിക്കുന്നെങ്കിൽ, രണ്ടാമതൊരിക്കൽ കൂടെ ഏതെങ്കിലും വെല്ലുവിളി വന്നിരിക്കുന്നെങ്കിൽ, രണ്ടാമത് സിമിലറായ പണ്ടുണ്ടായിരുന്ന പ്രശ്നം പോലെയുള്ള എന്തെങ്കിലും ഇന്നൊരിക്കൽ കൂടെ വന്നിരിക്കുന്നെങ്കിൽ, അതെ നിന്റെ വാഗ്ദത്തത്തിലേക്കുള്ള എൻട്രൻസ് ആണ്. നിന്റെ പ്രശ്നത്തിൽ നിന്നുള്ള എക്സിറ്റുമാണ്. നിന്റെ വാഗ്ദത്തത്തിലേക്കുള്ള എൻട്രിയാണ്. നിന്റെ പ്രശ്നത്തിൽ നിന്നുള്ള എക്സിറ്റ് ആണ്. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, ഞാൻ പുറത്തിറങ്ങിയാണ്. പറഞ്ഞാട്ടെ, ഞാൻ പുറത്തിറങ്ങിയാണ്. ഈ സീസണിൽ ഞാൻ പുറത്തിറങ്ങിയാണ്. ഈ കാലഘട്ടത്തിൽ ഞാൻ പുറത്തിറങ്ങിയാണ്. എന്റെ വാഗ്ദത്തത്തിലേക്ക് ഞാൻ ഇതാ പ്രവേശിക്കുകയാണ്. കാരണം എന്റെ പുറത്തിരിക്കുന്നത് ഏതോ ശാപമല്ല, ദൈവത്തിന്റെ സാന്നിധ്യമാണ്. എന്റെ പുറത്തിരിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. I carry the ark of the covenant. I carry the presence of God. ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ ചുമക്കുന്നത് കൊണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ ഇതാ പുറത്തിറങ്ങിയാണ്. തിരുവചനം പറയുന്നു,
അതെ, ആ യോർദാൻ അവർക്ക് വാഗ്ദത്തത്തിന്റെ എൻട്രൻസ് ആയി തീർന്നു, വാഗ്ദത്തത്തിന്റെ കവാടമായി തീർന്നു, വാഗ്ദത്തത്തിന്റെ കവാടമായി തീർന്നു. ആ വാഗ്ദത്തത്തിലേക്ക് കാലെടുത്ത് വെച്ചാട്ടെ. അതൊരു പക്ഷേ ജോലിയായിരിക്കാം, നിന്റെ കുഞ്ഞിന്റെ വിവാഹമായിരിക്കാം. കാലെടുത്ത് വെച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. കമാൺ, ശബ്ദം ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. വാഗ്ദത്തത്തിലേക്ക് കാലെടുത്ത് വെച്ചാട്ടെ. അഡ്മിഷൻ ആയിരിക്കാം, സൗഖ്യമായിരിക്കാം, ശുശ്രൂഷയുടെ വേദികളായിരിക്കാം. യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തത്തിനായി ഇതാ വാതിലുകൾ തുറക്കുന്നു. വാഗ്ദത്തത്തിനായി വാതിലുകൾ തുറക്കുന്നു. വാഗ്ദത്തത്തിനായി വാതിലുകൾ തുറക്കുന്നു. യോർദാനേ, നീ പിന്മാറുന്നത് എന്ത്? യോർദാനെ, നീ പിന്മാറുന്നത് എന്ത്? അവൻ പറയും, സ്തോത്രം, അതേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവന്റെ നിയമപെട്ടകത്തിന് മുൻപിൽ എനിക്ക് പിടിച്ചു നിൽപ്പാൻ കഴിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്മാറുന്നത്. വീണ്ടും തിരുവചനം പറയുന്നു. രണ്ടാമത് വീണ്ടും ഇതാ യോർദാൻ പിന്മാറുന്നതായ മറ്റൊരു അംശത്തെക്കുറിച്ച് തിരുവചനം പറയുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ 2 തലമുറയുടെ കണ്ണികൾ ഒരുമിച്ച് നടക്കുകയാണ്. 2 തലമുറകളുടെ കണ്ണികൾ ഒരുമിച്ച് നടക്കുകയാണ്. സ്തോത്രം. ഒരു ഏലിയാവും മറ്റൊരു ഏലീശായും 2 പേര് ഒരുമിച്ച് നടക്കുകയാണ്. മനസ്സിലാക്കുക, ഒരു ആത്മീയ പിതാവും അതേ അടുത്ത തലമുറയുടെ മറ്റൊരു ആത്മീയ മകനുമാകുന്ന എലീശ ഏലിയാവിനോടൊപ്പം ഒരുമിച്ച് നടക്കുകയാണ്. ഈ കാലഘട്ടങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ആത്മീയ പിതാക്കന്മാരുടെ തലയിൽ ത്രിപുട താളം ചവിട്ടിക്കളിക്കേണ്ടവരാകരുത് നീ. പകരം ആ സ്തോത്രം അഭിഷിക്തന്മാരുടെ തോളിൽ ഇരിക്കേണ്ടവരായിരിക്കണം നീ. ഡോക്ടർ മോറിസ് സൊർലോ എന്ന് പേരുള്ളതായ ശക്തനായ ഒരു ദൈവത്തിന്റെ ദാസനായിരുന്നു. എന്നാൽ ഡോക്ടർ മോറിസ് സൊർലോയുടെ സ്പിരിച്വൽ സൺ ആയിരുന്നു, ക്യാമ്പയിൻ മാനേജർ ആയിരുന്നു റോജർ ഹോസ്മ. റോജർ ഹോസ്മ മോറിസ് സൊർലോയെ പോലെ ദൈവത്തിന്റെ കൃപയാൽ പ്രയോജനപ്പെട്ടു. കാര്യമെന്ത്? അവർ തമ്മിലുള്ളതായ ആത്മീയ ബന്ധം അവണ്ണമായിരുന്നു. കാതറിൻ കുൾമന്റെ സ്പിരിച്വൽ സൺ ആണല്ലോ പാസ്റ്റർ ബെനിഹിൻ. ആ ലിസ്റ്റ് അങ്ങനെ പറഞ്ഞു നിൽപ്പാൻ കഴിയും. എവിടെയാണോ 2 തലമുറ ഒരുമിച്ച് നിൽക്കുന്നത് അവിടെ ഒരു തുറന്ന സ്വർഗം ഉണ്ടായിരിക്കും. ഏലിയാവിത സ്തോത്രം നടക്കുന്നതായ സമയത്ത് ഏലീശ പറഞ്ഞു, ഞാൻ നീ പോകുന്ന വഴിയിലൂടെ തന്നെ പോകും, എന്നാലേ എനിക്ക് ആ പുതപ്പ് കിട്ടത്തുള്ളൂ, എന്നാലേ അഭിഷേകത്തിന്റെ പുതപ്പ് കിട്ടത്തുള്ളൂ. എന്റെ ആത്മീയ പിതാവ് വടക്കോട്ട് പോകുന്നെങ്കിൽ ഞാൻ തെക്കോട്ടല്ല ഓടേണ്ടത്. എന്റെ ആത്മീയ പിതാവ് പോകുന്ന അതേ വഴിയിലൂടെ ഞാൻ പോയാൽ മാത്രമേ, എന്റെ ആത്മീയ പിതാവിനെ അറിഞ്ഞാൽ മാത്രമേ, അടുത്താൽ മാത്രമേ, അവനെ മനസ്സിലാക്കിയാൽ മാത്രമേ അവൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, എവണ്ണമായിരിക്കുന്നു, അല്ലാതെ മാറി നിന്ന് കുഴിച്ചു മൂടുമ്പോഴല്ല, പകരം അവനെ അടുത്തറിഞ്ഞാൽ മാത്രമേ എനിക്ക് ആ പുതപ്പ് കിട്ടത്തുള്ളൂ. അവരിതാ ഒരുമിച്ച് നടക്കുകയാണ്. സ്തോത്രം. മറ്റൊരു പ്രസംഗമെങ്കിലും ഞാൻ വേഗത്തിൽ പറയട്ടെ. 4 പ്ലേസിലൂടെ അവർ ഒരുമിച്ച് നടന്നു. 1 ഗിൽഗാൽ, 2 ബേഥേല്, 3-ാമത് അതേ യെരിഹോ, 4-ാമത് ജോർഡാൻ. ഗിൽഗാദിൽ നിന്ന് അവർ പുറപ്പെട്ടു. ബേഥേലിൽ അവർ തമ്പടിച്ചില്ല. യെരിഹോവിനെ അവർ പിന്നിലാക്കി അവർ യോർദാനിലേക്ക് എത്തി. യോർദാനിലേക്ക് എത്തുമ്പോൾ ഏലിയാവ് തന്റെ കയ്യിലുണ്ടായിരുന്ന പുതപ്പെടുത്ത് അടിച്ചു. ഏലിയാവ് തന്റെ കയ്യിലിരുന്ന പുതപ്പെടുത്ത് അടിക്കുമ്പോൾ യോർദാൻ പിന്മാറുകയാണ്. യോർദാനേ, നീ എന്തുകൊണ്ടാണ് പിന്മാറിയത്? യോർദാൻ പറയും, ആ പുതപ്പെന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ അഭിഷേകമാണ്. ആ പുതപ്പെന്ന് പറയുന്നത് ദൈവത്തിന്റെ അഭിഷേകമാണ്. നിന്റെ മുൻപിൽ വെല്ലുവിളിയായി ഉയർന്നു വരുന്നതായ സകല യോർദാനുകൾ 6 മാസം കഴിഞ്ഞിട്ടല്ല, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പിന്മാറി തന്നെ ആകേണം. വൈ ജോർഡാൻ ഡിഡ് യു ടേൺ ബാക്ക്? എന്തുകൊണ്ടാണ് യോർദാനേ നീ പിന്മാറുന്നത്? ഇനി ഒരിക്കലും തിരിച്ചു വരാതെ എന്തുകൊണ്ടാണ് യോർദാനേ നീ പിന്മാറുന്നത്? യോർദാൻ പറയും, അതേ അഭിഷേകത്തിന്റെ പുതപ്പിന്റെ മുൻപിൽ എനിക്ക് നിൽക്കുവാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടത്രേ ഞാൻ പിന്മാറുന്നത്. നിങ്ങൾക്ക് ആവശ്യം 2-ാമത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നതായ ദൈവത്തിന്റെ അഭിഷേകം. യെശയ്യാ പ്രവചനം 10:27 പറയുന്നു, the anointing of God, the anointing of God break every yoke. അഭിഷേകം നുകങ്ങളെ തകർക്കുന്നു. നിന്റെ പാസ്റ്റ് അഭിഷേകമോ നിന്റെ പ്രിയപ്പെട്ടവരുടെ അഭിഷേകമല്ല, നിന്റെ അഭിഷേകം നിന്റെ നുകത്തെ തകർക്കുന്നു. അർത്ഥം, നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നതായ ദൈവത്തിന്റെ സാന്നിധ്യം, ആ അഭിഷേക നുകങ്ങളെ, ആ അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമാകുന്നതായ ആ അഭിഷേകം ശത്രുവിന്റെ നുകങ്ങളെ തകർക്കുന്നു എന്ന്. ചുഴലിക്കാറ്റിൽ ദൈവം ഏലിയാവിനെ എടുത്തു. ഏലിയാവിൽ നിന്ന് വീണതായ പുതപ്പിനെ വാരി വലിച്ച് ചുറ്റിക്കൊണ്ട് എലീശ ഇതാ കടന്നു വരികയാണ്. എലീശ അവണ്ണം തന്നെ ചെയ്തു. അവനും ആ പുതപ്പെടുത്ത് അടിച്ചു ചോദിച്ചു, ഏലിയാവിന്റെ ദൈവം എവിടെ?
ഏലിയാവിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ യോർദാൻ ഇതാ പിളർക്കുകയാണ്. ആരും നടന്നിട്ടില്ലാത്ത വഴിയിലൂടെ തന്റെ ആത്മീയ പിതാവാകുന്ന എലീശ നടന്നതുപോലെ എലീശ നടന്ന് ഇക്കരെ കയറുന്നു. അതെ, അഭിഷേകത്തിന്റെ മുമ്പിൽ യോർദാൻ പിന്മാറി. യോർദാനേ, നീ പിന്മാറുന്നതെന്ത്? ദൈവ സാന്നിധ്യമാകുന്നതായ അഭിഷേകത്തിന്റെ മുൻപിൽ എനിക്ക് പിടിച്ചു നിൽപ്പാൻ കഴിഞ്ഞില്ല, ഞാനിതാ പിന്മാറുകയാണ്. അവിടെ ഇതാ സ്തോത്രം, ആ എലീശ ഇറങ്ങി നടന്നതായ ആ അഭിഷേകത്തിന്റെ സാന്നിധ്യത്തിന് ഒരു പ്രത്യേക പേര് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എബ്രായ ബൈബിളിൽ അത് എഴുതിയിരിക്കുന്നത് കാരറ്റ്, KARAT എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരറ്റ് എന്ന് പറഞ്ഞാൽ കട്ട് ഡൗൺ, മുറിച്ചിടുക. കാരറ്റ് എന്ന പദത്തിന് അർത്ഥം അതെ കട്ട് ഡൗൺ അഥവാ മുറിച്ചിടുക എന്നാണ്. എബ്രായ പദത്തിൽ KARAT എന്ന് പറഞ്ഞാൽ മുറിച്ചിടുക. അതെ, കട്ട് ഡൗൺ. സ്തോത്രം. ഇസബേലിനെ മുറിക്കുവാൻ, ആഹാബിനെ തകർക്കുവാൻ തക്കോണം ദൈവം അഭിഷേകം ചെയ്തതായ ഏലിയാവിനെ ദൈവം എടുത്ത ശേഷം വീണ്ടും തിരുവചനം പറയുന്നു, ഇരട്ടി പങ്ക് ശക്തിയോടെ എലീശ പുറപ്പെട്ടു. ഒരു പക്ഷേ പ്രിയ സഹോദരങ്ങളെ, ഏതൊരു സെറ്റ് ബാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി, എവിടെയെങ്കിലും മുറിവുകൾ ഉണ്ടായി എങ്കിൽ, ഇപ്പോൾ മതി യഹോവേ എന്റെ ജീവനെ എടുക്കണമേ എന്ന് പറഞ്ഞ് ഏലിയാവ് തീർന്നെടുത്ത് നിന്ന് സ്തോത്രം ഇതാ ഇരട്ടി പങ്കോടെ എലീശ തുടർന്നതുപോലെ ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, ഒരു വൃക്ഷത്തിന്റെ ശിഖരം മുറിച്ചിട്ടതുപോലെ എവിടെയെങ്കിലും നിങ്ങൾക്ക് മുറിവുണ്ടായി എങ്കിൽ മുറിച്ചിട്ടെടുത്തെന്ന് ഒറ്റത്തടിയായിട്ടല്ല, ഇരട്ടി അഭിഷേകത്തോടെ നിങ്ങൾ തുടരുവാൻ പോകുന്നു. മുറിച്ചിടത്ത് നിന്ന് ഇരട്ടി അഭിഷേകത്തോടെ ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ തുടരുവാൻ പോകുന്നു. There will be always double for your trouble. There will be always double for your trouble. നിങ്ങൾ കടന്നു വന്ന തീക്കും വെള്ളത്തിനും തത്തുല്യമായി ഇരട്ടിയായ നന്മ ദൈവകൃപയാൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ധൈര്യമായിരിക്കുക. യോർദാനെ, നീ പിന്മാറുന്നതെന്ത്? യോർദാൻ പറയും, അതെ, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ മുൻപിൽ എനിക്ക് പിടിച്ചു നിൽപ്പാൻ കഴിഞ്ഞില്ല, ഞാൻ പിന്മാറുന്നു. എലീശ ഇരട്ടിപ്പങ്കോടെ പുറത്തിറങ്ങി. ഇതാ ഇരട്ടിപ്പങ്ക് നിങ്ങളിലൂടെ വെളിപ്പെടുന്നു. ഓർക്കുക, യോർദാൻ ഒരിക്കലും നിങ്ങളുടെ അവസാനമല്ല, അതൊരു ആരംഭം അത്രേ. പലപ്പോഴും പല യോർദാനുകൾ ഒഴുകുമ്പോൾ നീ വിചാരിക്കും, ഇതോടെ ഞാൻ തീർന്നു, ഇതോടെ എന്റെ ജീവിതം അവസാനിച്ചു. സ്തോത്രം. ജീവിതത്തിന്റെ താഴ്വരകളിൽ കിടന്ന് ഇപ്പോൾ മതി യഹോവേ എന്റെ ജീവനെ എടുക്കണമേ എന്ന് നിലവിളിച്ചവനായിരുന്നു ഏലിയാവ്. ഇസബേലിയ ശക്തികൾ തട്ടഹസിച്ചു കാണും. അതിന് പിൻപിൽ പ്രവർത്തിക്കുന്ന ബാലിന്റെ ശക്തികൾ പറഞ്ഞു കാണും, ഇവൻ ഇതോടെ തീർന്നു പോയി. കാരറ്റ്, കട്ട് ഡൗൺ. ഞങ്ങൾ ആ പ്രവാചകനെ വെട്ടി വീഴ്ത്തിയിരിക്കുകയാണ്, ഏലിയാവിത വീണ് കിടക്കുകയാണ്. എന്നാൽ ദൈവമായ കർത്താവ് പറഞ്ഞു, ഇല്ല, അവനെ ചുറ്റിയിരിക്കുന്നതായ മേക്കപ്പ് അല്ല, ചെതല് പിടിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല, പകരം അവനെ പൊതിഞ്ഞിരിക്കുന്ന അഭിഷേകത്തിന്റെ ഒരു പുതപ്പുണ്ട്. ഹേ, നിങ്ങളെ പൊതിഞ്ഞിരിക്കുന്നത് ഏതോ ലോബികളല്ല, ഏതോ ബിസിനസ് മണ്ഡലങ്ങളല്ല, പകരം ദൈവത്തിന്റെ അഭിഷേക സാന്നിധ്യമെങ്കിൽ നിങ്ങളെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ടാണ് ഏലിയാവിന്റെ ദൈവം എടുത്തിട്ട് അതേ പദ്ധതിയുമായി ഇരട്ടി പങ്കോടെ എലീശ മുന്നോട്ട് കുതിച്ചത്. ഒരു വൃക്ഷത്തെ ഒന്നായി മുറിച്ചിട്ടാൽ വീണ്ടും രണ്ട് മുളകൾ മുളയ്ക്കുന്നത് പോലെ ഒരു ഏലിയാവിനെ പിശാച് വെട്ടി എങ്കിൽ അതിന്റെ സ്ഥാനത്ത് ഇരട്ടിയായി എലീശ പുറപ്പെട്ടതുപോലെ ഒരുങ്ങിക്കോ. ആ ബിസിനസ്സിൽ ഇരട്ടി മുളയുണ്ട്, ആ ആരോഗ്യത്തിൽ ഇരട്ടി നന്മയുണ്ട്, ആ വീട്ടിൽ ഇരട്ടി നന്മയുണ്ട്. ഖമോൺ, ഈ പകൽ മുതൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയട്ടെ, ഇരട്ടി നന്മ നിങ്ങളിൽ ഇതാ മുളച്ചു വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത, വെളിപ്പെട്ടിട്ടില്ലാത്ത ഇരട്ടി നന്മ ദൈവകൃപയാൽ മുളച്ചു വരുന്നു. ഒരുങ്ങിക്കോ. എവിടെയാണോ നിങ്ങൾ മുറിവേറ്റത്, എവിടെയാണോ പിശാച് നിങ്ങളെ മുട്ടുമടക്കുമെന്ന് പറഞ്ഞത്, എവിടെയാണോ മനുഷ്യൻ നിങ്ങൾക്ക് നേരെ ആക്രോശം വെളിപ്പെടുത്തിയത്, അതേ സ്ഥലത്ത്, അതേ സ്ഥാനത്ത് ഒരു ഫൈറ്റ് ബാക്കിന് വേണ്ടി ജനം ഈ ദിവസം ഒരുങ്ങുമാറാകട്ടെ. കാരണം ഇതാ നിന്റെ യോർദാൻ പിന്മാറേണ്ട സമയം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. സത്യം അരക്കി കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷ ഒരുക്കം കാല് ചെരുപ്പായിട്ട് വിശ്വാസം എന്ന പരിചയേറ്റെടുത്ത് രക്ഷ എന്ന ശിരസ്ത്രം അണിഞ്ഞ് ദൈവവചനമെന്ന ആത്മാവിന്റെ വാളിനെ കൈക്കൊണ്ട് ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവജനം ഒരു ഫൈറ്റ് ബാക്കിന് വേണ്ടി തിരിച്ചടിക്ക് കൊടുക്കുവാനായി ഈ ദിവസങ്ങൾ ഒരു ഉണർന്നെഴുന്നേറ്റാട്ടെ. യേശുവിൻ നാമത്തിൽ ഓടേണ്ടത് ഓടട്ടെ, തകരേണ്ടത് തകരട്ടെ. എല്ലാ ഇസബേലിയ ശക്തികൾ മേലെ നിന്ന് താഴേക്ക് വീണുടയട്ടെ, മേലെ നിന്ന് താഴേക്ക് സകല ഇസബേലിയ ശക്തികൾ വീണുടയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യോർദാനേ, നീ പിന്മാറുന്നത് എന്ത്?
യോർദാൻ പറയും, അതെ, ഈ അഭിഷേകത്തിന്റെ മുൻപിൽ എനിക്ക് പിടിച്ചു നിൽപ്പാൻ കഴിയുന്നില്ല. ദൈവ സാന്നിധ്യമാകുന്ന പെട്ടകത്തിന് മുൻപിൽ പിടിച്ചു നിൽപ്പാൻ കഴിയുന്നില്ല. 2, അഭിഷേകത്തിന് മുൻപിൽ പിടിച്ചു നിൽപ്പാൻ കഴിയുന്നതേ ഇല്ല. നമ്പർ 3, മൂന്നാമത് യോർദാൻ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതായ കാര്യമത്രേ ഒരു സൂപ്പർ നാച്ചുറൽ ചേഞ്ച്. ഇന്ന് പകൽക്കാലമുള്ളതായി ഈ സഭായോഗം 2 മണിക്കൂർ കൊണ്ട് നിർത്തണം എന്നുള്ളതാണ് അധികാരികളിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ അതേ നിർദ്ദേശം എന്ന് പറയുന്നത്. നമ്മൾ നിയമത്തെ പാലിക്കുന്നവരാണ്. നമ്മൾ നിയമത്തെ ബ്രേക്ക് ചെയ്യുന്നവരല്ല, പകരം നിയമം പാലിക്കുന്നവരാണ്. അതുകൊണ്ട് സ്തോത്രം, വേഗത്തിൽ ഞാൻ നിങ്ങൾക്കായി പറഞ്ഞ് ഈ ദൂത് സംഗ്രഹിക്കട്ടെ. വളരെ ശ്രദ്ധിച്ചാട്ടെ. വേദപുസ്തകം പറയുന്നു, മൂന്നാമത് ഒരു ചേഞ്ച്, ഒരു പോസിറ്റീവ് ചേഞ്ച്, നന്മയ്ക്കായ ഒരു വ്യത്യാസത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ് നിങ്ങളുടെ മുൻപിൽ ഒഴുകുന്നതായ യോർദാൻ. നന്മയ്ക്കായ വ്യതിയാനത്തിന് വേണ്ടി, നന്മയ്ക്കായ മാറ്റത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നതാണ് നിങ്ങളുടെ യോർദാൻ. നിങ്ങളുടെ മുൻപിൽ ഒരു യോർദാൻ ഒഴുകുമ്പോൾ ഒരിക്കലും തീരുമാനിക്കല് ഇതിൽ ഞാൻ തീരും, ഒരിക്കലും തീരുമാനിക്കല് ഈ പ്രശ്നത്തിൽ ഞാൻ അവസാനിക്കും. പകരം ഇതൊരു ഉരകല്ലാണ്. ഇതൊരു ഉരകല്ലാണ്. നീ കോപ്പറല്ല, നീ ഒരു ചെമ്പല്ല, പകരം നീ ഗോൾഡാണ് എന്ന് തെളിയിപ്പാനുള്ള ഒരു ഉരകല്ലാണ്. നീ ആരെന്ന് നിന്റെ ഐഡന്റിറ്റി തെളിയിപ്പാനുള്ള ഉരകല്ലാണ് നിന്റെ യോർദാൻ. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം പറയുന്നു, അതിന്റെ 7-ാം വാക്യം, സ്തോത്ര, വിശ്വാസത്തിന്റെ ശോധനയുണ്ട്. വിശ്വാസത്തിന്റെ ശോധന ചെമ്പിന്റെ ശോധനയല്ല, ഒരു പൊന്നിന്റെ ശോധനയത്രേ. എത്രത്തോളം അത് തീയിലൂടെ പോകുന്നു, അത്രത്തോളം അത് ഷൈൻ ചെയ്യുന്നത് പോലെ. എത്രത്തോളം തീയിലൂടെ പോകുന്നു, അതെത്രത്തോളം ശോഭിക്കുന്നത് പോലെ. ദൈവത്തിന്റെ കൃപയാൽ ഈ ദിവസങ്ങളിൽ ആർക്കുമില്ലാത്ത യോർദാൻ, ആർക്കുമില്ലാത്ത ശോധനയുണ്ടെങ്കിൽ അത്രത്തോളം ദേശമായി നീ ശോഭിച്ചു നിൽക്കുവാൻ വേണ്ടി പോകുന്നു. അതിനുവേണ്ടി അത്രേ ഈ യോർദാൻ നിന്റെ മുൻപിൽ ഒഴുകുന്നത്. മൂന്നാമതായി എനിക്ക് പറയാനുള്ളതായ എക്സാമ്പിൾ, 2000 വർഷങ്ങൾക്ക് മുമ്പ് പുതിയ നിയമത്തിന്റെ കർട്ടൻ ഇതാ ഉയരുകയാണ്. പുതിയ നിയമത്തിന്റെ കർട്ടൻ ഉയരുമ്പോൾ ഇതാ ഒരു കൂട്ട സ്നാനം യോർദാൻ നദിയിൽ ഉണ്ടാകുന്നു. ഒരു കൂട്ട സ്നാനം. ആ സ്നാനത്തിന്റെ പേര് വിശ്വാസ സ്നാനം എന്നല്ല, ആ സ്നാനത്തിന്റെ പേര് മാനസാന്തര സ്നാനം എന്നാണ്. എന്നാൽ വിശ്വാസ സ്നാനമാണ് നാം എടുക്കുന്നത്. 3 പ്രാവശ്യം കുടയുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വിശ്വസിച്ച് വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വീണ്ടും ഞാൻ പറയും, ജനമന്ന് ക്രൂശിൽ യേശു കർത്താവ് മരിച്ചതിന് മുൻപായതുകൊണ്ട് അന്ന് മാനസാന്തര സ്നാനമാണ് എടുക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ എഴുന്നേറ്റ് നിന്ന് അതിശക്തമായ ഭാഷയിൽ ദൈവവചനം പറഞ്ഞപ്പോൾ യഹൂദിയ മലനാട്ടിൽ നിന്ന് ചെമ്മരിയാടും കോലാടുകളും നടന്നിറങ്ങുന്നത് പോലെ വിവിധ ക്രമത്തിലുള്ളതായ ജനത ഇതാ ഒഴുകിയെത്തുകയാണ്. പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ ദൂത് എവിടെയാണോ വെളിപ്പെടുന്നത്, ദൈവത്തിന്റെ ആത്മാവിന്റെ യഥാർത്ഥ ചലനം എവിടെയാണോ വെളിപ്പെടുന്നത്, ഇന്നും തെക്ക് നിന്നും കിഴക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ജനം കൂട്ടമായി സ്നാനപ്പെടാൻ ഓടി വരിക തന്നെ ചെയ്യും. അതെ, 46ഓളം നദികളാണ് ആ പ്രദേശങ്ങളിലുള്ളത്. ടർക്കി, ഇറാനിലെ ബാബിലോൺ തുടങ്ങി, അതെ, പ്രത്യേകിച്ച് ഇസ്രായേൽ തുടങ്ങിയുള്ളതായ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സ്ഥലങ്ങളിൽ 46-ലധികം സ്തോത്രം നദികളാണ് ഉള്ളത്. തിരുവചനം പറയുന്നു, യോർദാനിൽ ഇതാ സ്നാനം നടക്കുന്നു എന്ന്. നിങ്ങളുടെ ഗ്രാമത്തിൽ ഏതെങ്കിലും ജലാശയങ്ങളുണ്ടെങ്കിൽ, ഒരുപക്ഷെ കുളങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ നദികളായിരിക്കാം, തോടുകളായിരിക്കാം, കൈനീട്ടി പ്രാർത്ഥിച്ചു പറ, അത് മുഴുവൻ സ്നാനക്കടവുകളാകട്ടെ. ഒരിക്കൽ കൂടെ, നിങ്ങളുടെ ദേശത്ത് ഏതെങ്കിലും കുളങ്ങളോ നദികളോ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിച്ചു പറഞ്ഞ് അത് മുഴുവൻ സ്നാനക്കടവുകൾ ആയിത്തീരട്ടെ. എവിടെയാണോ ജനമുള്ളത് അവിടെ എല്ലായിടത്തും കൂട്ട സ്നാനങ്ങൾ ദൈവകൃപയാൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. എന്നാൽ നോക്കണമേ, ഇവിടെ ഇതാ ആയിരക്കണക്കിന് ജനം വന്ന് സ്നാനപ്പെടുമ്പോൾ ഒരുവനിതാ സ്നാനപ്പെടുവാൻ പുറപ്പെടുകയാണ്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ, പ്രകൃതിയും പ്രപഞ്ചത്തിനെയും അതെ ഉരുവാക്കിയവൻ, സകലത്തിനെ ഡിസൈൻ ചെയ്തവൻ, ദ ആർക്കിടെക്ട് ഓഫ് ഏജസ്. അവൻ നസ്രയത്തിൽ നിന്ന് അവൻ സ്തോത്രം ഇതാ നടന്നു വരുന്നു. അവൻ ജനിച്ചത് ബത്ലഹേമിലാണ്, അവൻ വളർന്നത് നാസ്രയത്തിലാണ്. ഒരിക്കൽ കൂടെ, അവൻ ജനിച്ചത് ബത്ലഹേമിലാണ്, അവൻ വളർന്നത് നാസ്രയത്തിലാണ്. അവനിതാ സ്നാനപ്പെടുവാൻ നടന്നു വരുന്നു. അവൻ പാപം ഉണ്ടായിട്ടല്ല സ്നാനപ്പെട്ടത്, പകരം എന്താണ്, യേശു കർത്താവ് സ്നാനപ്പെട്ടത് നിങ്ങൾക്ക് എനിക്കും അവനൊരു മാതൃക കാണിച്ചു. യേശുവിന്റെ മാതൃക, അതെ, സ്തോത്രം, കത്തോലിക്ക മാതൃകയോ പെന്തിക്കോസ് മാതൃകയോ ഓർത്തഡോക്സ് മാതൃകയോ പ്രസ്ബിറ്റേറിയൻ മാതൃകയല്ല, വചനത്തിൽ കാണപ്പെടുന്ന മാതൃക. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വേദപുസ്തകം പറയുന്നു. After the baptism, when Jesus come up and came out of the water, the heavens torn open and the Holy Spirit came upon him like in the form of a dove. സ്നാനപ്പെട്ട ശേഷം come up
and came out of the water. രണ്ട് വെർബ്. സ്നാനപ്പെട്ട ശേഷം അവൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി. and came out of the water. വെള്ളത്തിൽ നിന്ന് കരകയറി. സ്നാനപ്പെട്ട ശേഷം അവൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി. എന്തുകൊണ്ടാണ് കർത്താവേ അങ്ങ് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയത്? അവൻ വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ട് അവൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി. എന്തുകൊണ്ടാണ് കർത്താവേ അവിടെ നിന്ന് വെള്ളത്തിൽ കരകയറിയത്? വെള്ളത്തിൽ ഇറങ്ങിയത് കൊണ്ട് അവൻ വെള്ളത്തിൽ നിന്ന് കരകയറി. യേശു കർത്താവ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി. യേശു കർത്താവ് വെള്ളത്തിൽ നിന്ന് കരകയറി. ഞാൻ ഇന്ന് പകൽ പറയുന്നത് തേജസ്സിന്റെ സുവിശേഷം, പെന്തിക്കോസ്ത് സുവിശേഷമല്ല. യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് വെള്ളത്തിലേക്ക് ഇറങ്ങി, വെള്ളത്തിൽ മുങ്ങി, വെള്ളത്തിൽ നിന്ന് പൊങ്ങി, വെള്ളത്തിൽ നിന്ന് കരകയറിയവൻ പ്രാർത്ഥിച്ചു. യോർദാന്റെ കരയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദാ വരുന്നു സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവന്ന് ദേഹരൂപത്തിൽ യേശു കർത്താവിന് മേൽ വരികയാണ്. സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവന്ന് ദേഹരൂപത്തിൽ ഇറങ്ങി വന്നു. യോഹന്നാൻ 3:34 പറയുന്നു, അളവില്ലാത്ത അഭിഷേകത്താൽ യേശു കർത്താവിനെ പിതാവായ ദൈവം നിറയ്ക്കുകയുണ്ടായി. തുടർന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് ഒരു തച്ചന്റെ നടപ്പല്ല, പകരം മെശിഹായുടെ ശുശ്രൂഷയത്രേ. അതേ മറിയയുടെ മകനല്ലയോ, ഇവനും തച്ചനല്ലയോ എന്ന് ജനം പറഞ്ഞിരുന്നെങ്കിൽ ആ തച്ചനായിരുന്ന സ്ഥാനത്ത് നിന്ന് സ്തോത്രം മെശിഹയായ സ്ഥാനത്തേക്ക് അവൻ ഉയർത്തപ്പെട്ടത് ഈ യോർദാൻ നിമിത്തമായിരുന്നു. നിന്റെ ജീവിതത്തിൽ വരുന്നതായ തിന്മയായ യോർദാനുകൾ നിന്റെ നിലവാരങ്ങൾ ഉയർത്തുന്നു. ശോധനയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളെ സ്തോത്രം അതേ നിലവാരങ്ങളെ ഉയർത്തുന്നു. തുടർന്ന് യേശു കർത്താവിനെ നോക്കിയാട്ടെ, അവന്റെ പരസ്യ ശുശ്രൂഷയിൽ അൺസ്റ്റോപ്പബിളായി അവൻ മുന്നേറുകയുണ്ടായി. ആർക്കും അവനെ തടുക്കുവാൻ കഴിഞ്ഞില്ല. തിരുവചനം പറയുന്നു, കല്ലെറിയുന്നവർ അവന് ചുറ്റും ഒരുമിച്ച് കൂടി വന്നു. അതെ, വേദപുസ്തകം പറയുന്നു, അതിന്റെ നേരം വന്നിട്ടില്ലായതുകൊണ്ട് ആർക്കും അവനെ പിടിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. തിരമാലകൾ പൊങ്ങി, അതെ കൊടുങ്കാറ്റ് അടിച്ചു. പക്ഷേ അവൻ എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞു, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകാം. ശാന്തമാക്കേണ്ടതിനെ അവൻ ശാന്തമാക്കി, അതെ അടക്കേണ്ടതിനെ അടക്കി. യേശു കർത്താവ് മുന്നോട്ട് പോയി. പിതാവായ ദൈവം പറഞ്ഞതായ സകലതും അവൻ നിശ്ചയമായി ചെയ്യുകയുണ്ടായി. തച്ചന്റെ സ്ഥാനത്ത് നിന്ന് അവൻ മെശിഹായുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത് ആ യോർദാൻ നിമിത്തമായിരുന്നു. യോർദാന് സ്നാനപ്പെട്ടത് കൊണ്ടാണ്. കുഞ്ഞെ, ഇന്ന് പകരം നിന്റെ ജീവിതത്തിലുള്ളതായ ആ യോർദാൻ നീ മുങ്ങിപ്പൊങ്ങുമ്പോൾ നിന്റെ നിലവാരം മാറുകയാണ്. നിന്റെ കൂടെ പഠിച്ചവരുടെ നടുവിൽ, നിന്റെ ബന്ധുക്കളുടെ നടുവിൽ, സ്തോത്രം വേറെ ആർക്കും സ്വപ്നം കാണാൻ കഴിയാത്ത വിധത്തിൽ കാക്കാ ലെവലിൽ നിൽക്കുന്ന അവരുടെ നടുവിൽ ഒരു കഴുകൽ ലെവലിലേക്ക് നീ കുതിക്കുന്നത് നിനക്കൊരു യോർദാൻ ഉള്ളത് കൊണ്ടാണ്. ഒരു കാക്കാ ലെവലിൽ നിൽക്കുന്ന നീ ഒരു കഴുകൽ ലെവലിലേക്ക് ഉയർത്തപ്പെടുന്നത് നിനക്കൊരു യോർദാൻ ഉള്ളത് കൊണ്ടാണ്. കമോൺ, ഈ ദിവസങ്ങളിൽ നിന്റെ ലക്ഷ്യത്തിലേക്ക് ആർക്കും തടുക്കുവാൻ കഴിയാതെ അൺസ്റ്റോപ്പബിളായി കുതിച്ചാട്ടെ. എന്നെ തടയുവാൻ ഒരു പിശാചിനും ഒരു മനുഷ്യനും കഴിയത്തില്ല. കാരണം എന്റെ മുൻപേ പോകുന്ന ഒരു കർത്താവുണ്ട്, എന്റെ മുൻപേ പോകുന്ന കർത്താവുണ്ട്. അതുകൊണ്ട് എന്നെ തടയുവാൻ ആർക്കും കഴിയാം. നിനക്ക് മുൻപായി ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന, താമ്രഭിത്തികളെ ഉടയ്ക്കുന്ന, ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന, പർവ്വതങ്ങളെ മിഴുകുപോലെ ഉരുക്കി കളയുന്ന ദ ചാമ്പ്യൻ ഓഫ് കാൽവരി, കാൽവരിയിൽ ജയിച്ച കർത്താവ് നിനക്ക് മുൻപായി നടക്കുകയാണ്. ആരും നടക്കാത്ത വഴികളെ നിന്റെ മുൻപിൽ ഒരുക്കി യേശു നിനക്ക് മുൻപായി നടന്നുകൊണ്ടിരിക്കുന്നു. നിന്നെ തടയുവാനും തടുക്കുവാനും ആർക്കും കഴിയത്തില്ല. യോർദാനേ, നീ പിന്മാറുന്നത് എന്ത്? എന്റെ കർത്താവ് എനിക്ക് മുൻപായി പോകുന്നത് കൊണ്ട് ഈ യോർദാനിൽ എനിക്ക് ജയമുണ്ട്. ദൈവ സാന്നിധ്യമുണ്ടോ, ദൈവത്തിന്റെ അഭിഷേകമുണ്ടോ, ഒരു യോർദാനും നിന്നെ തടയുവാൻ കഴിയത്തില്ല. യോർദാനുകൾ നിന്റെ മുൻപിൽ പിന്മാറുന്നു. നാലാമതായി ഇന്ന് പകൽക്കാലം ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ആഴ്ചകൾ അവസാന ദിവസങ്ങളിൽ വീണ്ടും ധാരാളം കൂട്ടായ്മകൾ നമുക്ക് ലഭിക്കുമല്ലോ. യോർദാന്റെ കരയിൽ ഇതാ ഒരു മല്ലുപിടുത്തം നടക്കുകയാണ്. അതിന്റെ മറ്റൊരു പേരാണ് യാബോക്ക് കടവ്. യാബോക്ക് കടന്ന് പറയുന്നത് യോർദാന്റെ ഒരു ശാഖയാണ്. വീണ്ടും അതിനപ്പുറത്ത് അത് കെരീതു തോടെന്ന് പറയുന്നതും യോർദാന്റെ മറ്റൊരു ശാഖയാണ്. ഇവിടെ ഇതാ യാബോക്ക് കടവ്. യാബോക്ക് കടവിന്റെ നടുവിൽ യാക്കോബ് ദൈവമായി മല്ല് പിടിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് ആ ഭാഗം കാണുവാൻ തക്കോണം കഴിയും. യാക്കോബ് എന്ന് പറഞ്ഞാൽ ഊബായ്. അവന്റെ അപ്പനെ അവൻ ചതിച്ചു, അവന്റെ സഹോദരനെ അവൻ ചതിച്ചു. മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെപ്പോലും കളിപ്പിപ്പാൻ കഴിവുള്ളവനാണ് അതെ യാക്കോബ് എന്ന ഉപായിയുടെ ചരിത്രം. മനുഷ്യരെ കളിപ്പിച്ച് നടക്കുന്നവരെ, മനുഷ്യരിൽ നിന്ന് തട്ടിയെടുത്ത് ജീവിക്കുന്നവരെ ഒരു ദിവസം കളി കാര്യമാകും. എവിടെയാണ്? യാബോക്കിന്റെ കടവിൽ നിശ്ചയമായി കളി കാര്യമാകുക തന്നെ ചെയ്യും. വേദപുസ്തകം പറയുന്നു, ഒരു വല്ലാത്ത പ്രശ്നത്തിൽ യാക്കോബ് ഇതാ വന്നെത്തിയിരിക്കുന്നു.
ഒരു വല്ലാത്ത പ്രയാസത്തിൽ യാക്കോബിന്റെ ജീവിതം ചെന്ന് എത്തിയിരിക്കുന്നു. കാര്യമെന്ത്? മുന്നിൽ നിന്ന് തടുക്കുവാൻ വരുന്ന ഏശാവ്, പിന്നിൽ നിന്ന് പിടിച്ചു നിർത്തുവാൻ കടന്നു വരുന്ന ലാബാൻ. മുന്നിൽ പ്രശ്നമുണ്ട്, പിന്നിലും പ്രശ്നമുണ്ട്. ഒരു ഇഞ്ച് പോലും മുന്നോട്ട് കടക്കുവാൻ കഴിയാത്ത ക്രമത്തിൽ യാബോക്ക് കടവിൽ യാക്കോബ് ഇതാ കുടുങ്ങപ്പെട്ടു. മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, പിന്നോട്ട് പോകാൻ കഴിയത്തില്ല. തിരുവചനം പറയുന്നു, ശാന്തമായി വായിച്ചാട്ടെ, ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം. തന്റെ കൂടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെ അവൻ അക്കരെ കടത്തി. അർത്ഥം, തന്റെ സമ്പത്തിനെ അക്കരെ കടത്തി. ലേയെയും അവളുടെ മക്കളെയും അക്കരെ കടത്തി. ജീവന തുല്യം താൻ സ്നേഹിച്ചതായ റാഹേലിനെയും അവളുടെ കുഞ്ഞുങ്ങളെയും അക്കരെ കടത്തി. അതെ, ഏറ്റവും വിലയേറിയതെന്ന് പറയുന്ന സകലതും അക്കരെ കടത്തി. തന്റെ ഭാര്യമാരെ, മക്കളെ, സമ്പത്തിനെ, സകലതിനെയും അക്കരെ കടത്തി. തിരുവചനം പറയുന്നു, യാക്കോബ് തനിയെ ശേഷിച്ചു. യാക്കോബ് തനിയെ ശേഷിച്ചു. ആ തനിയെ ശേഷിച്ചപ്പോൾ ഇതാ ദൈവത്തിന്റെ സാന്നിധ്യം അവന്റെ അടുക്കൽ വന്നിറങ്ങുന്നു. ഇന്ന് തനിയെ നിങ്ങൾ ആയിരിക്കുമ്പോൾ മനസ്സിലാക്കണമേ, നിന്നെ തനിയെ ദൈവം ആക്കി എങ്കിൽ എന്തോ ദൈവത്തിന് നിന്നിൽ പകരുവാനുണ്ട്. എന്തോ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പകരുവാനുണ്ട്. കാരണം യാബോക്ക് എന്ന കടവിനർത്ഥം ഒഴിയുക എന്നാണ്. യാബോക്ക് എന്ന കടവിനർത്ഥം ഒഴിയുക, തന്നെത്താൻ ഒഴിക്കുക എന്നതാണ്, ഒഴിയുക എന്നതാണ്. യാക്കോബേ, ദൈവമായ കർത്താവ് നിന്റെ സമ്പത്തിനെ, നിന്റെ പ്രിയപ്പെട്ടവരെ സകലരെ മാറ്റി ഒഴിച്ചു നിർത്തിയത് ആരും കണ്ടിട്ടില്ലാത്ത, ആരും പ്രാപിച്ചിട്ടില്ലാത്ത എന്തോ ഒന്ന് നിന്നിൽ നിറയ്ക്കുവാനാണ്. നീ ഒഴിയാതെ നിന്നിൽ നിറയുവാൻ കഴിയത്തില്ല. നീ ഒഴിഞ്ഞാൽ മാത്രമേ നിന്നിൽ എന്തേലും നിറയുവാൻ കഴിയത്തുള്ളൂ. തന്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്തിനെ, സകലതും അക്കരയായിട്ട് അവനിതാ ഒഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം വന്നിറങ്ങി. കർത്താവ് അവനോട് ചോദിച്ചു, ടെൽ മീ വാട്ട് ഈസ് യുവർ നെയിം? നിന്റെ പേര് എന്താണ്? യാക്കോബേ, നിന്റെ പേര് എന്താണ്? അയ്യോ കർത്താവേ, നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവേ, അങ്ങക്ക് അവന്റെ പേരറിയത്തില്ലയോ? അങ്ങക്ക് എന്നാ കർത്താവേ ഓർമ്മക്കുറവുണ്ടോ കർത്താവേ? പക്ഷെ കർത്താവ് പറയും, എനിക്ക് ഓർമ്മക്കുറവൊന്നുമില്ല, എനിക്ക് എല്ലാം വളരെ കൃത്യമായി ഓർമ്മയുണ്ട്. തലയിലെ രോമങ്ങൾ പോലും ഞാൻ എണ്ണി അറിഞ്ഞിരിക്കുന്നവനാണ്. പക്ഷേ ഇവൻ അപ്പന്റെ മുൻപിൽ തന്റെ പേര് മാറ്റി പറഞ്ഞാണ് ഇത് തട്ടിയെടുത്തത്. അപ്പനിൽ നിന്ന് ഇത് തട്ടിയെടുത്തതേ തന്റെ പേര് മാറ്റി പറഞ്ഞ് ഇവൻ തട്ടിപ്പിവീരനാണ്. അതുകൊണ്ട് പറ, നിന്റെ പേര് എന്താണ്? അവൻ പൊട്ടിക്കരഞ്ഞിട്ട് ഇപ്രകാരം പറഞ്ഞു, അയ്യോ കർത്താവേ, ഞാൻ യാക്കോബ്. ഞാനിതാ യാക്കോബ്. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഞാനിതാ യാക്കോബ്. അവനിതാ നിലവിളിച്ചു പറഞ്ഞപ്പോൾ, ഏത് പുസ്തകം പറയുന്നു? അവൻ കണ്ണുനീരോടെ പറഞ്ഞപ്പോൾ, ഹോശിയ പ്രവചനം 12:4 പറയുന്നു, അവൻ കണ്ണുനീരോടെ നിലവിളിച്ചു പറഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് അവനോട് പറയുകയാണ്, സ്തോത്രം, മേലാൽ നീ യാക്കോബല്ല, നീ ദൈവത്തിന്റെ പ്രഭു ആകുന്ന ഇസ്രായേൽ എന്നാണ്. മേലാൽ നീ യാക്കോബല്ല, നിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. ഒരടയാളം കൂടെ ദൈവം കൊടുത്തു. അവന്റെ തുടയുടെ ഞരമ്പിനെ ദൈവം തൊട്ടു. ഓ, അവൻ ഇങ്ങോട്ട് വന്നതുപോലെയല്ല ഇപ്പോൾ നടക്കുന്നത്. 1 2 3 1 2 3 1 2 3 1 2 3 എന്ന് പറഞ്ഞ് അവൻ മുടന്തി നടക്കുന്നു. അതെ, അവൻ കാല് വലിച്ചു വെച്ച് നടക്കുന്നു. അവന്റെ അവന്റെ നടപ്പ് മാറി, അവന്റെ പേരും മാറി. യോർദാന്റെ കരയിൽ വെച്ച് അവന്റെ നടപ്പ് മാറി, അവന്റെ പേരും മാറി. മേലാൽ നീ ചതിയൻ യാക്കോബ് അല്ല, ഓ നീ ദൈവത്തിന്റെ പ്രഭുവാകുന്ന ഇസ്രായേൽ അത്രേ. പണ്ട് ഞാൻ നിന്നെ കാണിച്ചില്ലേ, അറ്റം കാണാത്തൊരു ഗോവേണി. ആ ഗോവേണിയിൽ ഈ പദവും കൂടെ ഉണ്ടായിരുന്നു, നീ ചതിയനല്ല, നീ ദൈവത്തിന്റെ പ്രഭു ആകുന്ന ഇസ്രായേൽ അത്രേ. ദൈവത്തിന്റെ പ്രഭു, ഹേ, ദൈവത്തിന്റെ അംബാസിഡർ, ദൈവത്തിന്റെ പ്രഭു ആകുന്ന ഈ യാക്കോബ്. യാക്കോബിന്റെ ചരിത്രം അവസാനമായി ഞാൻ പറയട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ 48-ാം അധ്യായത്തിൽ യാക്കോബ് ഇതാ മിസ്രൈമിലെത്തുന്നു, ഈജിപ്തിലെത്തുന്നു. അന്ന് ഈജിപ്റ്റാണ് ഏറ്റവും സമ്പന്നമായ രാജ്യം, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രാജ്യം ഈജിപ്റ്റാണ്. ഈജിപ്തിന്റെ ഫറവോനാണ് അന്നത്തെ ഏറ്റവും വലിയ രാജാവ്. ഏറ്റവും ഉയർന്ന പദവി ഫറവോനാണ്, അതിനപ്പുറം ഒരു പദവിയില്ല. ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവൻ ഫറവോനാണ്. പക്ഷേ ആ ഫറവോന്റെ മുൻപിൽ 130 വയസ്സ് പ്രായമുള്ളതായ
യാക്കോബ് ചെന്ന് നിൽക്കുകയാണ്. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. തിരുവചനം പറയുന്നു, ചെറിയവൻ വലിയവനെ അനുഗ്രഹിക്കത്തില്ല, നേരെ മറിച്ച് വലിയവനെ ചെറിയവനെ അനുഗ്രഹിക്കത്തുള്ളൂ. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചെങ്കിൽ തന്റെ ജീവിതകാലത്ത് യാക്കോബ് ഫറവോനേക്കാൾ വലിയവനായി തീർന്നു. അതുകൊണ്ടാണ് ഫറവോൻ തലകുനിച്ച് യാക്കോബിന് മുൻപിൽ നിന്നത്. ദൂത്, ഗെറ്റ് റെഡി, ഒരുങ്ങിക്കോ. ലോക രാജാക്കന്മാരുടെ മുൻപിൽ, നേതാക്കന്മാരുടെ മുൻപിൽ നീ അവരെ അനുഗ്രഹിപ്പാൻ ദൈവം നിന്നെ നിർത്തുവാൻ പോകുന്നു. നിന്റെ കൈ അനുഗ്രഹത്തിന്റെ കൈയാകുവാൻ പോകുന്നു. എന്തുകൊണ്ട് കർത്താവേ എനിക്കത്? എന്തുകൊണ്ട്? സ്തോത്രം. വേറെ ആരും കാണാത്ത, വേറെ ആരും അറിയാത്ത ഒരു യാബോക്ക് കടവ് നിനക്കുണ്ടായിരുന്നുവെങ്കിൽ, ഇന്നലകളിൽ ഒരു ഒറ്റപ്പെട്ട സകലരും വിട്ടുമാറിയ ഒരു യാബോക്കിന്റെ കടവ് നിന്റെ ജീവിതത്തിൽ കടന്നു വന്നു എങ്കിൽ, ആരെയൊക്കെ അനുഗ്രഹിക്കേണ്ട എന്തൊക്കെ അനുഗ്രഹങ്ങൾ ദൈവം ഈ യാബോക്ക് കടവിൽ നിന്നിൽ നിക്ഷേപിക്കുകയാണ്. ഈ യാബോക്ക് കടവ് അഥവാ ജോർദാൻ നിനക്ക് തിന്മയല്ല. ആ യോർദാനെ നീ മറക്കും. യോർദാൻ ഇതാ പിന്മാറും. നിന്റെ ലക്ഷ്യത്തിൽ നീ എത്തുമ്പോൾ യോർദാൻ നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകും. ഫറവോനെ അനുഗ്രഹിച്ച യാക്കോബിനെ പോലെ ഉന്നതന്മാരെ അനുഗ്രഹിപ്പാൻ, ജയിച്ചു വരുന്ന MLA-മാരെ അനുഗ്രഹിപ്പാൻ ദൈവം നിങ്ങളിൽ ചിലരെ കയ്യിലെടുക്കുവാൻ പോകുന്നു. ജയിച്ചു വരുന്ന മന്ത്രിമാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം നിങ്ങളിൽ ചിലർക്ക് അവസരം നൽകുവാൻ വേണ്ടി പോകുന്നു. സർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മാഡം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഉന്നതന്മാർ നിന്റെ മുൻപിൽ തലകുനിക്കുന്ന ദിവസങ്ങൾ ഇതാ കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. അയ്യോ, എനിക്കത് കിട്ടിയില്ലല്ലോ, എനിക്കിത് കിട്ടിയില്ലല്ലോ, എന്റെ ജീവിതം അങ്ങനെ ആയില്ലല്ലോ എന്ന് പുലമ്പുന്നത് ദയവായി നിർത്തുക. അത് കിട്ടാത്തതിനായി സ്തോത്രം. ആ വാതിലുകൾ അടഞ്ഞതിനായി നന്ദി. ആ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ വന്നില്ല, അതിനായി സ്തോത്രം. അതെ, തിന്മകൾക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം. ലഭിച്ച നന്മകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ലഭിച്ചിട്ടില്ലാത്ത ചില തിന്മകളെ കണ്ട്